നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എമർജൻസി സിറ്റുവേഷൻ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ പരിശീലനവും. അപ്പോൾ നാളെ മുതൽ കേരളത്തിലെ SPC സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സിന് ഇവരുടെ പരിശീലനം നൽകുക. ഇത് ജയിലിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. കാരണം ഈ ഡ്രോൺ പറത്തി കഴിഞ്ഞാൽ വനത്തിൽ ഒളിച്ചിരിക്കുന്ന ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന വസ്തുവകൾ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ മൂവ്മെന്റ്, എല്ലാ മൂവ്മെന്റുകളെ ശ്രദ്ധിക്കാൻ കഴിയും. ജയിലകത്തും അതിൻ്റെ പുറത്തുള്ള മൂവ്മെന്റുകൾ, അതിനകത്തുള്ള മൂവ്മെന്റ് എല്ലാം കണ്ടെത്താൻ കഴിയും. അതുപോലെ വളരെ ക്രൗഡഡായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ ഡ്രോൺ ഉപയോഗിച്ചാൽ എത്ര പേര് ക്രൗഡുണ്ട് എങ്ങനെ മാനേജ് ചെയ്യണം, ട്രാഫിക് മാനേജ്മെന്റ്, ക്രൗഡ് മാനേജ്മെന്റ്, പിന്നെ ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ മണ്ണിനടിയിൽ പോയി ആളുകളുണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ ഫലപ്രദമായി തന്നെ ഇത് ഉപയോഗിക്കാൻ കഴിയും. അത് ഞങ്ങൾ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. ജയിൽ ഗ്രൂപ്പിൽ ആദ്യത്തെ ജയിൽ VU സെൻട്രൽ ജയിൽ ഞങ്ങൾ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണ പരിപാടികൾ ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനുള്ള ഉത്തരവുകൾ തന്നെ നൽകും. അപ്പോൾ ആദ്യത്തെ ജയിൽ ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടി ഇവിടുത്തെ ഈ ഡിറ്റക്ഷനും പരിശീലനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി VU ജയിലിനെ നമ്മൾ തിരഞ്ഞെടുക്കുക. ഇത് AI ഫെസിലിറ്റി ഉള്ള ആദ്യത്തെ ഡ്രോണായിരിക്കും ഇന്ത്യയിൽ റിസൾട്ട്സിൽ ഉപയോഗിക്കുന്നുണ്ടാവുക. കേരളത്തിൽ എന്തായാലും ഡ്രോൺ ഉപയോഗിക്കാൻ തന്നെ ശ്രമിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പലയിടത്തും ഈ ബ്ലോക്സിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇരിക്കുന്നിടത്തിരുന്നിട്ട് സൂപ്രണ്ടിനും മറ്റു ഉദ്യോഗസ്ഥർക്കും വീക്ഷിക്കാനും അതിന് ത്വരിതഗതിയിൽ അതിന് വേണ്ട ഇടപെടൽ നടത്താനും സാധിക്കും. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടന്നു കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് നമ്മൾ അറിയാൻ പറ്റാറില്ല. കാരണം നമുക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റില്ല. ഒരേ സമയത്ത് എല്ലാവരും ഫിസിക്കൽ പ്രസൻസ് എൻഷുർ ചെയ്യാൻ പറ്റില്ല. അത് ഈ ഡ്രോണിന്റെ ഇടപെടൽ കൊണ്ട് ഒരു വലിയ പരിധിവരെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും.